സന്തോഷം ഉണ്ടാവണ്ടേ? യെസ്. മാവേലി താരോ മനസ്സിലായ എന്താ കാരണം അറിയോ? സംഗതിയ സംഗതിക്ക് നിറച്ചേക്കുക. അപ്പൊ എന്താ പാട്ട് പഠിച്ചത്? പാട്ട് പഠിക്കാൻ പോയില്ല, മോള് പോയില്ല. ഒരു മാസം അരമാസം പോയില്ല. ആ പോയില്ല. സംഗതി മനസ്സിലായ സംഗതി മനസ്സിലായ അത്രയ്ക്ക് പോയില്ല. അത്രയ്ക്ക് സംഗതി മനസ്സിലായിട്ടാണ്. പാട്ട് പഠിച്ചില്ല, പാട്ട് പഠിച്ചില്ല. ഇല്ല, പിന്നെ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നത് പാടിക്കൂടെ? ഞാനും പഠിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും കൂടി പിന്നെ സംഗതി ഇയാൾക്ക് എന്തോരം ഇന്റെ നോക്കിയിട്ട് ആയിട്ട് എന്താ കാരണം? ആ സാധനം വിദ്യ മനസ്സിലായ. അപ്പൊ ഇല്ലാത്ത സാധനം തിരഞ്ഞു കാര്യമില്ല. കാര്യമുണ്ടോ? ഉണ്ടോ മോളെ? മോള് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഭാഗ്യം. അപ്പൊ സംഗതി ഇല്ലാത്തൊരു കുറവുണ്ട്. അപ്പൊ ഈ സംഗതി ഇല്ലാത്തൊരു കാര്യം പഠിക്കാൻ സ്വന്തം പാടിക്കൂടെ? അപ്പൊ ഉഷാറായിട്ട് പാടിക്കോ. കസാരി അതൊന്നും കഴിക്കും. ഒരു ചാല വേണോ? ചെണ്ടൊക്കെ കഴിക്കുമെങ്കിൽ നാടക മാസം മോശക്കാരല്ല. ഒരു ചെണ്ടൊക്കെ പോലെ അത് മനസ്സിലാക്കണ്ടേ? യെസ്. മാവേലി നാടു കാണിടും കാര്യം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇപ്പൊ മനസ്സിലായി ആരും വേറെ അങ്ങനത്തെ വായനാവും ശബ്ദവും പുറത്തേക്ക് വരിക. അപ്പൊ ഇങ്ങനെ കേറും. ചെണ്ട മനസ്സിലായ? മസിൽ പിടിക്കാണ്ട് വേറെ നോക്കിക്കോ. മനസ്സിലായ? ചെണ്ടാനെ ഒളിപ്പിക്കാൻ പറ്റുന്നത് മനസ്സിലായ? ഒരു രണ്ട് സാധനം നമ്മൾ ഒളിപ്പിക്കാൻ പോവാ. നമ്മൾ ആൾക്കാരോട് ഇരിക്കുന്നു. ചെണ്ട മനസ്സിലായ? ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. മനസ്സിലായ? ഇത്രയും കഴിവുള്ള നിങ്ങളെ ഒരു കഴിവില്ലാത്ത സാധനം ഒളിപ്പിച്ചുകൊണ്ടേ. മനസ്സിലായില്ലേ? ഈ നെഗറ്റീവ് എനർജി പുറത്തുള്ള നെഗറ്റീവ് എനർജി നിങ്ങൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? അതിനാൽ ജീവിക്കാൻ കഴിയുന്ന ഒരു കരുത്ത് ആർക്കുണ്ട്? ആർക്കുണ്ട്? ഉപയോഗിക്കണം. മനസ്സിലായ? ഉപയോഗിക്കാനോ കയ്യോ കൈയടിച്ചോളൂ. കൈയടിക്കുമ്പോ സർക്കുലേഷനൊക്കെ കൂടും. കണ്ണൊക്കെ തുറക്കും. ഉറക്കം പോവും. ചിലപ്പോൾ ഉറക്കം വരും. ചിലർക്ക് സർക്കുലേഷൻ പോയി സർക്കുലേഷൻ കൂടിയാ ഉറക്കം വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് എന്തുകൊണ്ടാലും ഉറക്കം വരാത്തുണ്ട്. പലതരത്തിലാണോ? ശരി.
ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് നിൽക്കുന്നത് പോലെ അല്ലേ? അതൊരു നല്ല കാലത്തെ കുറിച്ചുള്ള ഇനാമാണ്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല നന്മയുടെ കാലഘട്ടം. ശരിയാണോ? അതുകൊണ്ട് പിന്നെന്താണ് ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ലതാരും കരച്ചിൽ വരില്ല. എന്റെ ചേട്ടപ്പണ്ട് അച്ഛൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ ചെന്നിരിക്കുന്നത് ആ ഇന്നത്തെ ഭാഗ്യം ഇരിക്കണേ അപ്പൊ എല്ലാവരും ഇവിടെ ആയിരിക്കുക. അപ്പോ ആമോദത്തോടെ വസിക്കുന്ന കാലം അല്ലേ? മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കാൻ പറ്റണം. എല്ലാവരും ഒന്നായി ആപത്തുകളില്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം അല്ലേ? ആപത്തുകളിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം, കള്ളവുമില്ല ചതിയുമില്ല എളോളമില്ല ഒളിവചനം. ഇത് പറയുമ്പോൾ ജീവിക്കും അല്ലേ? ഒരു ദിവസം എത്ര ഞങ്ങൾ കുമ്പസാരിക്കുമ്പോഴേ ക്രിസ്ത്യ സമുദായത്തിൽ കുമ്പസാരിക്കാൻ പോകുമ്പോൾ കുറെ പാപങ്ങൾ പറയും. അപ്പം പറഞ്ഞനുസരിച്ചില്ല, അപ്പം പറഞ്ഞനുസരിച്ചില്ല എന്ന് പറയുന്നത്. പിന്നെ ഒരു വാദം ഓർക്കാൻ പറ്റാത്ത പാപങ്ങൾ അപ്പോ ബാക്കി എല്ലാതും അതേപോലെ എത്ര എണ്ണമുള്ള എണ്ണം കറക്റ്റില്ല. 42 പറഞ്ഞു പറയാൻ പറ്റില്ല അല്ലേ? എത്ര ഒക്കെ അല്ലേ? മോളോ അത് പറയാൻ സംസാരിക്കുമ്പോ ശരി. മോളെ പറയാറുണ്ടോ? ഉണ്ടല്ലോ. നോളെ പറയാത്തതായിരുന്നു ഞാൻ പോകുമ്പോഴേ കൈ നോക്കിക്കൊണ്ട് കൈ നോക്കിയാലേ നോള പറയാണെങ്കിൽ ഇങ്ങനെ അല്ലേ? അപ്പൊ നോള പറയാറുണ്ട്. അപ്പൊ ആലോചിച്ചു ഇന്ന് എല്ലായിടത്തും നോളയും അല്ലേ? ആലോചിച്ചു സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരുടെ ഞാൻ ഏറെ അഭിമാനത്തോടെ പറയുന്നു, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. അത് നിങ്ങൾക്ക് തിരിച്ചറിയാത്തതാണ് ഏറ്റവും വലിയ നന്മ. ശരിയല്ലേ? നിങ്ങളിവിടെ വന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മുടെ ദുരന്തം. മനസ്സിലായില്ലേ? നമ്മുടെ കുട്ടികൾക്ക് ഈ ഹയർ സെക്കൻഡറി കോളേജ് കുട്ടികൾക്ക് കവിത വികാരം പറയും. പഴയ ആളുകൾക്ക് പറഞ്ഞു മരണമെത്തുന്ന നേരത്ത് ലോകം മുഴുവൻ സുഖം പക്ഷേ നമ്മുടെ പുതിയ തലമുറയെ കുറിച്ച് പഴയ ആളുകൾ പറയും ഇപ്പോഴത്തെ ഒരു ഗുണക്ഷമ കൊണ്ടില്ല എന്ന് പറയും. കഥ അറിയില്ല, കവിത അറിയില്ല, കുന്തറിയില്ല, ഒരു മണ്ണില്ല, ഓത്തുപോലെ നമ്മളെ കുറിച്ച് പറയും. പക്ഷേ നിങ്ങൾക്ക് കഥ അറിയില്ലേ, കവിതകൾ അറിയില്ലേ? അറിയും. പക്ഷേ കഥയും കവിതയും ഏതാണെന്ന് പറഞ്ഞു തരാനും ചേർത്ത് പിടിക്കാനും ഇന്ന് നമ്മുടെ രക്ഷിതാക്കളെയും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന അവസ്ഥ. കാരണം എല്ലാവർക്കും കൂടെ സ്പീഡുണ്ട്. എങ്ങനെ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ പോവുക. നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ പോയാൽ അങ്ങനെ പോവുക.
ഇവിടെ പഞ്ചായത്തിൽ ഒരു ദിവസം നടന്നു. പഞ്ചായത്ത് ദിവസത്തെ അസസ്മെന്റ് നമ്മുടെ അപ്പോൾ ഇയാൾ പോയിട്ട് ശരി ദിവസം എപ്പോഴും തരാം തെരഞ്ഞിട്ട് കിട്ടിയിട്ടോ ആ തരയില്ല എപ്പോ തരാം 5 മണിയായി സമയം അവസാനിച്ച് പോണത്. ഞാൻ കിട്ടിയില്ല തരാനായിട്ട് ചോദിച്ചു. അല്ല പ്രസിഡന്റ് ഏത് നമ്പർ എടുക്കുന്നുണ്ട് ഒരു കാര്യം കഴിയുമ്പോൾ അങ്ങനെ ചെന്നിട്ട് തെരഞ്ഞു തുടങ്ങി തരണ കാര്യം അവസാനം ചോദിക്കുക ഏത് ആളെ അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പം ഇതേപോലെ നമ്മൾ പോകണം. നമ്മളങ്ങനെ പോകാൻ പറഞ്ഞാൽ ചങ്ങാൻ പോകും. ആ കോഴ്സിനെ പോയിട്ട് അതാ പഠിക്കാൻ അതാ പഠിച്ചു അത് പഠിച്ചു നിങ്ങൾ അത് ഇനി വേണ്ട ഇനി ഇങ്ങനെ അങ്ങനെയാണോ പോക്ക്? ഒരു ഇഷ്ടമൊക്കെ വേണ്ടേ? അപ്പൊ പ്രകൃതിയുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇതുപോലെ ഇടപെടലുകൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയൊരു മനസ്സാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇപ്പൊ ഞാനിത് പറഞ്ഞിട്ട് രണ്ടാമത് ഞാനൊരു പ്രൊവോക്ക് ചെയ്തില്ലേ അല്ല ഒരു ഗ്യാപ്പ് ഉണ്ടായില്ലേ അതിനാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. മനസ്സിലായ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അങ്ങനെ മനസ്സിലാവുന്ന കുറെ നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനാണ് വിത്തൗട്ട് മോട്ടിവേഷൻ there is no change എന്ന് പറയുന്നത്. നമ്മൾ സമ്മർദ്ദം ഏൽപ്പിക്കാതെ ഒരു പ്രതികരണവും ഉണ്ടാവില്ല. ഇവിടെ നോക്കട്ടാ എന്ന് പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞില്ലെങ്കിലോ അപ്പൊ ഇടയ്ക്ക് രണ്ടു തിരുവിടില്ല ഒരു കണ്ണൊക്കെ നോക്കുന്നത് ഉഷാറായിട്ട് നിൽക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രകൃതിയുടെ ഈ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ഇതര പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ തോന്നിച്ച തോന്നുന്നതാണ് ഞാൻ ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. മനസ്സിലായ? അപ്പൊ എന്തിനാ നാടകം ആശ്രയം ഈ പരിപാടി നടത്തുന്നത് മനസ്സിലായ? ഈ ചാർജ് മനസ്സിലായ? ഇതവിടെ കയറി വരുമ്പോ കൈയ്യെടുത്ത് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ കേൾക്കുമ്പോഴാണ് ഇതിന്റെ സംഘാടകർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതല്ലാതെ നിൽക്കില്ല. ഇപ്പോഴത്തെ പിള്ളേരെ കുഴപ്പമൊന്നുമില്ല, മുഖത്ത് പുച്ഛഭാവന. നിങ്ങൾ നോക്കിയോ ഞങ്ങളൊക്കെ ദിവസമായി കുഴപ്പമില്ല. ആദ്യം എന്താണ് ഞാൻ വന്നപ്പോ ഇയാളെ ഏത് കൊപ്പാന്ന് ഉണ്ടായിരുന്നു. അറിയോർക്കല്ലേ കൊട്ടാണോ പറയുന്നത്, അല്ലാത്തവർക്ക് ഇങ്ങനെ മാറ്റിക്കോട്ടെ. അത് മാറ്റിക്കോ വേണ്ടത് മനസ്സിലായില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ഒരുമിച്ചാണ്. കാരണം ഒരു കലാലയത്തില് ജനിച്ചറിയാം പോയിട്ടുള്ള കലാലയങ്ങളുടെ എണ്ണം നിങ്ങളൊന്നും ഞങ്ങൾക്ക് അന്യരല്ല. എത്ര 100, 1000, 10,000 പിള്ളേരെങ്കിലും ഈ ഒറ്റ വിരലിൽ കിട്ടും. ചങ്കുട്ടുണ്ട് അത് നേടിയെടുക്കുക. എല്ലാവർക്കും വിഷയങ്ങൾ അറിഞ്ഞാൽ പോരാ, പെട്ടക്കാൻ പറ്റണം, പറയാൻ പറ്റണം. അതിന്റെ ബുദ്ധി ഭയങ്കര പോട്ടാണ്. ഭയങ്കര പണ്ടാറില്ലേ അല്ലേ? ഭയങ്കര ബുദ്ധിയൊക്കെ എന്നൊക്കെ പറയും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഇല്ലേ? ജയിച്ചാല് മോശക്കാരെന്ന് പറയാനോ ചില്ലറക്കാരെന്ന് പറയാനോ ബുദ്ധിമുട്ടി കൊണ്ടുപോയാ ചില്ലറക്കാരനല്ല. ഇത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടി ചിലവർക്ക് പോയിട്ട് പോകും, ചിലവർക്ക് കേൾപ്പിക്കും. മനസ്സിലായ? ഇത് ചില്ലറക്കാരനല്ല. ഇത് കൂടിയിട്ട് കോഴിയുണ്ടായിരുന്നു, ഇത് കൂട്ടിയിട്ട് വളർന്നതായിരുന്നു. മനസ്സിലായ? അപ്പൊ 2 ടൈപ്പ് അവർക്ക് മനസ്സിലാവണ്ട. അപ്പൊ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. ഈ പുച്ഛം കോപ്പിലെ പുച്ഛം
എല്ലാവരുടെയും എന്തെങ്കിലും ഒരു തരി നന്മ. ആ നന്മയെ നമ്മൾ എടുക്കണം, അത് നമ്മൾ നോക്കണം. അവന്റെ തിന്മയെ നോക്കിയിരിക്കുന്ന നന്ദിയിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അതാവും ഉണർന്നോട്ടെ. അവന് എന്തെങ്കിലും നന്മയുണ്ടോ ആ നന്മയെ നമ്മൾ വാങ്ങിയെടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിന്മ തെരഞ്ഞെടുത്ത് നടക്കുന്നതെല്ലാം നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പുച്ഛഭാവം എടുത്തു കളയാം. എന്തൊരു തന്നെയായി ആ പണ്ടാക്കാനും പറയുന്നത് സന്തോഷത്തോടെ കണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പറയണ്ടേ? ഈ പുച്ഛ അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കുറ്റഭാവത്തിലിരിക്കുന്ന എല്ലാ പിള്ളേരെയും ശമിക്കും. എങ്ങനെ ശമിക്കാന്നറിയാം? ഈ ജീവിതത്തിൽ വളർന്ന് വലുതായി പഠിച്ച് വലിയ മാർക്ക് ലഭിച്ച് വലിയ കോളേജിൽ നല്ലൊരു അധ്യാപകനാകാൻ ഞാൻ ശ്രമിക്കും. അന്ന് നീ പഠിക്കുന്ന സമയത്ത് നിന്റെ മുന്നിൽ അപ്പോൾ നിനക്ക് മനസ്സിലായ ഞാൻ നിന്റെ വളർച്ചയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ആ വളർന്ന് പ്രവർത്തിച്ച് വലിയ ആളൊക്കെ നിൽക്കുന്ന സമയത്ത് രണ്ടാമത് ഇതാണ് ശാപം. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മക്കളെ മനസ്സിലായോ? അതായത് നമ്മളെ കേൾക്കാൻ ആൾക്കാർ വേണ്ടേ? സന്തോഷത്തോടെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? അല്ലേ? അടിക്കാ വലിയ ആൾക്കാരാ നമ്മുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയവർ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവർ, നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം നടന്നവർ, ഇവരെയാണ് നമ്മൾ ഓർക്കാറ്. അല്ലേ? അല്ലാതെ നീ പഠിച്ച ജയിച്ചു വിചാരിച്ചു നീ കൊടുക്കുന്നു ജയിച്ചു പറഞ്ഞ ജയിച്ച ശരിയല്ലേ? അതവിടെ ജയിച്ചു കഴിഞ്ഞാൽ മാഷന്മാരും ചില എന്തോ പാചകം ചെയ്ത പോലെയാണ്. അർത്ഥം പ്രോത്സാഹിപ്പിച്ചൂടെ? നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കും നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർക്കും നമ്മുടെ പരിസരത്തുള്ള വീട്ടുകാർക്കും ബന്ധുമിത്രാർക്കും പ്രശ്നം എന്താണ്? അല്ലേ? നമ്മുടെ നന്മയെ കണ്ടിട്ട് അതൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഇഷ്ടപ്പെടും. മനസ്സിലായില്ലേ? ആ ഇഷ്ടപ്പെടുന്നതിന്റെ ഇടയിലാണ് ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ആ കുട്ടി കുഴപ്പമില്ല. എനിക്ക് ഐഷുവിന്റെ പേരൊക്കെ പറഞ്ഞു. ഐഷു ഇങ്ങനെ പറയുമ്പോ ഐഷു എല്ലാം അല്ലേ? ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. പ്രകൃതി സ്നേഹിക്കാൻ വീട്ടില് പാല് കൊണ്ടുവരാൻ വേണ്ട ഒരു പയ്യുന്നുണ്ട്. പാല് കൊണ്ടുവരുമ്പോ പാല് കൊണ്ടുവരാൻ വരുമ്പോ പാല് നമ്മൾ എടുത്തതിന് ശേഷം ആ കുപ്പിയിൽ കൂടി വെള്ളം നിറച്ചിരിക്കും. മഴയില്ലാതിരിക്കാനും അല്ലേ? ശരിയല്ലേ? പാല് എടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്ത പോലെ വെള്ളം നിറച്ചിരിക്കില്ലേ? വെള്ളം നിറച്ചിരിക്കാൻ വരും. എന്നിട്ട് ഈ കുപ്പിയുടെ മുടി തുറക്കും. അവിടെ ചെടിക്കൊക്കെ അങ്ങനെ അപ്പോ ആ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഞാൻ പേപ്പർ വായിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ഈ ചെടികളോടാണ് സംസാരിക്കുന്നത്. അപ്പോ ആ ചെടിയോട് അപ്പൊ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോ ഇത് ഒരു നന്മയുടെ പ്രതീകമാണ്. അല്ലെ? പ്രകൃതിയെ സ്നേഹിക്കുന്ന നന്മയുടെ ഒരു പ്രതീകം. ഇങ്ങനെ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണുമ്പോ ഒരു സന്തോഷം അല്ലെ? ഈ സന്തോഷത്തിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടായിക്കൊണ്ടില്ലേ? എന്താ പറയുക പക്ഷേ എന്തൊക്കെ ഓർമ്മ ഡോക്യുമെന്റും അല്ലെ? കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ? ഈ സാധനങ്ങളൊക്കെ ഇത് വരും. ഇത് ഇങ്ങനെ കഞ്ചാവ് അടിച്ചിട്ടും ഡ്രഗ്സ് അടിച്ചിട്ടും മാത്രം ഉണ്ടാക്കുന്ന ഈ സാധനം. ഇങ്ങനത്തെ ചില പരിപാടികളിൽ ഏർപ്പെട്ടാലും ഈ സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇത് കണ്ടെത്തലാണ് ഈ ക്യാമ്പ്. ഇന്നത്തെ കലാലയ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിക്കടിമപ്പെടുന്നു, മറ്റു ചില പ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റി പോകുന്നു, അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം അവർ നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അപ്പൊ പ്രകൃതിയെ സ്നേഹിക്കുന്നു, ഈ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നു. ഒരു തുമ്പിയെ കാണുമ്പോൾ, ഒരു ചെടി കാണുമ്പോൾ
അതിനെ നോക്കാൻ, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, പ്രകൃതി ഭംഗി കാണുമ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ ഈ കഞ്ചാവടിക്കുന്ന സാധനം അല്ലേ, അതിനെ പറയുന്നതാണ് നന്മയുടെ ലഹരി. നന്മയുടെ ലഹരി നഷ്ടപ്പെട്ടു പോയ വർത്തമാനത്തിലാണ് നാം ഉള്ളത്. അത് വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് നാം ചെയ്യുന്നത്. ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. 25 വർഷം മുമ്പ് ഒരു പുഴയിലൂടെ ഇങ്ങനെ നടന്ന് വരാനിരിക്കുന്ന മഹാദുരന്തങ്ങളെ പാടിയ വരാനിരിക്കുന്ന മഹാദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടെത്തി പ്രവചിക്കുന്നവനാണ് അല്ലെ. അങ്ങനെ പ്രവാചകന്മാരെ പോലെ വരാനിരിക്കുന്ന ദുരന്തത്തെ എത്തി പറഞ്ഞ ഒരു കവി 25 വർഷം മുമ്പ് കേരളത്തിലായി. ആ കവിയുടെ പേരാണ് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. എന്താണ് ഇഞ്ചിക്കാടല്ല, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പാട്ട് നമുക്ക് സുപരിചിതമാണ്. ഈ ചെറുത്താറാണ് എഴുതിയത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായ ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായ ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. കേട്ടില്ല പാടിയപ്പോ 25 വർഷം മുമ്പ് എഴുതിയെന്നറിഞ്ഞല്ലോ. 25 വർഷം മുമ്പ് പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൽ അളവിലാക്കി പാടിയതാണ്. ഇപ്പോഴാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. നമുക്കുള്ളതെല്ലാം വീട്ടിലെ കൊമ്പും അല്ലേ, ആ കൊമ്പിന്റെ കുറ്റി അതിന്റെ മരം ജനത്തേക്ക് മുൻകൂട്ടി നിൽക്കാറാകുമ്പോഴാണ് അത്രയ്ക്ക് അറ്റ കൈയെത്തിയപ്പോഴാണ് പാടാൻ തുടങ്ങിയത്. ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ എല്ലാം നഷ്ടപ്പെടുത്തി, നമുക്കുള്ളതെല്ലാം, നമ്മുടെ ഉള്ളം കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് വെറും നിസ്സഹായരായി മാറിയ ഒരു മനുഷ്യന്റെ അവസ്ഥയെപ്പോഴാണ് നാം ഇത് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. ആ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതും കുറച്ചാളുകൾ മാത്രമാണ് അല്ലേ. ഭൂരിപക്ഷം വരുന്ന ആളുകളും നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പോകാൻ ഇപ്പൊ അങ്ങോട്ട് പോകണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ, വരണ്ടേ അല്ലേ. ഈ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മളെന്ത് ചെയ്യണം? അതിനകത്ത് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. 2018 ദുരന്തമുണ്ടായി. ദുരന്തം പ്രളയമാണുണ്ടായത് അല്ലേ. 10 ലക്ഷം ആളുകളെയാണ് അത് ബാധിച്ചത്. എത്ര ലക്ഷം? 453 ആളുകൾ മരണപ്പെട്ടു. 453 ആളുകൾ മരണപ്പെട്ടു അല്ലേ. വെള്ളം കയറുന്നതൊക്കെ അറിയാം പ്രശ്നം അല്ലേ. ചുറ്റും ഇങ്ങനെ വെള്ളം നിൽക്കുക. നമ്മുടെ വീടും നമ്മുടെ ആധാരക്കെട്ടും നമ്മുടെ സ്വർണവും ഒക്കെ ഇങ്ങനെ കരയാൻ പോലും ശബ്ദമില്ലാതെ ഉള്ള ഒരു കാലം ഈ ചരിത്രത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ ചരിത്രത്തിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾക്കായി രേഖപ്പെടുത്താവുന്ന ചരിത്രമാണ് അല്ലേ. എല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച ഒരുപാട് ആളുകളുടെ വീരരോധനങ്ങൾ കേട്ട ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട് അല്ലേ. അടുത്ത തലമുറയ്ക്ക് പറഞ്ഞുകൊണ്ടാ ഞങ്ങളെ ഇപ്പോഴത്തെ കാലം മഴക്കാലത്ത് കൊടുങ്കാറ്റുണ്ടായിരുന്നു, അരിക്ക് വേണ്ടി ഇല്ലേ ഭക്ഷണം കിട്ടാതെ അരിഞ്ഞതൊക്കെ പറയുന്ന പഴയകാല ചരിത്രങ്ങള് ഇനി നിങ്ങൾ പറയുമ്പോൾ രേഖപ്പെടുത്താൻ ദുരന്തങ്ങളുടെ വലിയൊരു ചരിത്ര പട്ടിക നമുക്കുണ്ട്. മനസ്സിലായോ? നഷ്ടപ്പെട്ടവരുടെ അല്ലെ എല്ലാം സമ്പാദിച്ചു വെച്ച് ഒരു നിമിഷം കൊണ്ട് പൂർണ്ണമായി ഇല്ലാതായതിന്റെ ചരിത്രം. 19 പ്രളയം, നിപ്പ ദുരന്തം, ഓക്കി ദുരന്തം, കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി, ചിലര സോപ്പിന്റെ വെള്ളത്തിൽ ചത്തുപോകുന്ന സാധനം അല്ലേ. സോപ്പിന്റെ വെള്ളം കണ്ട അല്ലേ. ആ വൈറസ് 2 വർഷം ഞങ്ങളെയും ഞങ്ങളുടെ അച്ഛനെയും ഞങ്ങളുടെ അമ്മയെയും ഞങ്ങളുടെ മുത്തശ്ശിയും പറ്റിങ്ങനെ അവരൊക്കെ മേലക്കിലേക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വൈറസ് സോപ്പിന്റെ വെള്ളത്തിൽ ഇല്ലാതാവുന്നത്
മനസ്സിലായോ? വെറും സോപ്പിന്റെ വെള്ളത്തിൽ ഇല്ലാതാകുന്ന വൈറസ് 2 വർഷം 4 ചുവടിനുള്ളിൽ നമ്മളെ എഴുതി. അത്രയ്ക്ക് നിസ്സാരനാണ് മനുഷ്യൻ. അത്രയുള്ളൂ നമ്മള്. ഈ ഇങ്ങനെയുള്ള മനുഷ്യരാണ് എന്നിട്ട് എന്നൊക്കെ പറയുന്നത്. എല്ലാ കാര്യമില്ല. ട്രെയിനിന്റെ മുകളിൽ തവള ഇരുന്നിട്ട് തവള ട്രെയിൻ വരുമ്പോ ട്രെയിനോട് പറയാ അല്ലേ? ശബ്ദം പോലും കേൾക്കില്ല, ചമ്മന്തി ആവൂല അല്ലേ? ഒരു മൊത്തം തരത്തിലുള്ളോ ഇന്നിവിടെ ഇരിക്കുന്ന നാടുണ്ടാവും പറയാനില്ലേ? പറ്റുമോ? ഈ വലിച്ചു കയറ്റിയ സാധനം പുറത്തുവിടാൻ പറ്റുന്ന കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? വിടാൻ പറ്റില്ലേ? കഴിഞ്ഞില്ലേ? ഇത്രയുള്ളോ? ഇത്രയുള്ളോ നമ്മള് ഒന്ന് വെച്ച് നോക്കിയേ. അങ്ങോട്ട് വിടാൻ പറ്റില്ല. മനസ്സിലായ അഹങ്കാരം കൊണ്ട് തിരിച്ചു വിടാൻ പറ്റില്ല. കഴിഞ്ഞു. അതോടെ തീർന്നു കഥ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെയാണ് ജീവിതം ഒന്നേ ഉള്ളൂ. അത് അടയാളപ്പെടുത്തി കടന്നു എന്ന് പറയുന്നത് അല്ലേ? കുട്ടികളായാലും അധ്യാപകരായാലും മുതിർന്നവരായാലും ജീവിതം ഒന്നേ ഉള്ളൂ. പറഞ്ഞെല്ലാവരും ജീവിതം 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 ഒന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞോ. അപ്പൊ അത് അടയാളപ്പെടുത്തി ജീവിക്കണം. അടയാളപ്പെടുത്തിയില്ലേ ഞങ്ങളത് നമ്മളെ കടകം മറ്റത് വന്നത് ഓരോ പരിപാടികള് മനസ്സിലാക്കില്ല. എന്നെ പരിപാടി ഓരോ പരിപാടികളായിട്ട് അടയാളപ്പെടുത്തി ജീവിക്കുന്നു. ഗുരുജി അടയാളപ്പെടുത്തി ജീവിക്കുന്നു അല്ലേ? അരിവേട്ടൻ അടയാളപ്പെടുത്തി ജീവിക്കുന്നു. പ്രശാന്തിന് വേറെ പല പണിയുണ്ട്, അടയാളപ്പെടുത്തി ജീവിക്കുന്നു അല്ലേ? വേറെ പണിയുള്ളവരില്ലേ? ടീച്ചർക്ക് വേറെ പണിയില്ലേ? ടീച്ചർ പണിയില്ലേ? ഇതെങ്ങനെ അടയാളപ്പെടുത്താൻ പറഞ്ഞത്? ഇങ്ങനെ വേറിട്ട പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്താൻ അല്ലേ? ഇന്നലെ ജോലി ടീച്ചറാണ്. ഞാൻ ശമ്പളം കിട്ടും അല്ലേ? ഒന്നാം വരും ശമ്പളത്തെ വരും. പക്ഷേ ഈ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചരിത്രം നമ്മളെ ഒരിക്കൽ കൂടി ശരിയല്ലേ നമ്മളെ? ശരിയല്ലേ? ഈ അടയാളപ്പെടുത്താൻ നാം തയ്യാറാണ്. ജീവിതത്തിൽ അടയാളപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കഴിവുകൾ നമ്മുടെ ഏറ്റവും വലിയ ശാപങ്ങളെന്ന് അറിയുന്നു. ഏറ്റവും വലിയ ശാപം മോളത്തോട് വലിയ കഴിവുകളാണ്. ആരും മോശക്കാരെ നീ ഒരു 1.5 കൊടുക്കണം. എന്താ പ്രശ്നം എന്നറിയും? ഈ കഴിവൊന്നും കണ്ടുപിടിക്കാതെ പണ്ടാണ് അതാണ് ഏറ്റവും വലിയ ശാപം. മനസ്സിലായോ? ഈ കഴിവൊന്നും കണ്ടുപിടിക്കാതെ കണ്ടുപിടിക്കുക. അങ്ങനെ മനസ്സിലായി? ജീവിതത്തിൽ നന്മ പക്ഷെ എനിക്ക് അവസരം അതായത് മനസ്സിലായോ? നമ്മൾ കണ്ടുപിടിക്കാതെ കഴിവുള്ളവരാണ് ധാരാളം. ആരും മോശക്കാരില്ല. വ്യത്യസ്ത കഴിവുള്ള ആളുകളാണ്. ഇവർക്ക് ചിത്രം വരയ്ക്കാനാണെങ്കിൽ ഇവർക്ക് നൃത്തം ചെയ്യാം, ഇവർക്ക് നൃത്തം ചെയ്യാനാണെങ്കിൽ എഴുതാനാണെങ്കിൽ പഠിക്കാൻ, അല്ലെങ്കിൽ വിവേചിച്ചറിയാൻ, ഇങ്ങനെ നിരവധി കഴിവുകളുടെ ഒരു അധ്യായമാണ് എല്ലാവരും. പക്ഷെ ഈ കഴിവുകൾ കണ്ടെത്താതെ നമ്മളില്ലാതാകുന്നത്. കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് നാം വരണം. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ അതിനാണ് ഇങ്ങനെ വരുന്നത്. സംസാരിക്കൂ. ഞാനിത് പറയണ്ടേ? എല്ലാവർക്കും പറയണ്ടേ? വിഷയങ്ങളെ കുറിച്ച് പറയാൻ പറ്റണ്ടേ? വിഷയങ്ങളെ കുറിച്ച് പറയാൻ പറ്റേ? നല്ല ബുദ്ധിയാ. വെള്ളം ഉണ്ടാവോ? അല്ലേ? ഇന്റർവ്യൂ ചെയ്യുന്നു. എന്താ പേര്? എവിടെ വീട്? പേടിച്ചു. വീട് എവിടെ വീട്? ഞാനൊക്കെ രണ്ടാമത്തെ ചോദ്യം വിളിക്കേ. മനസ്സിലായ? ഇങ്ങനെ പേടി പറ്റിയ പോലെ ജീവിക്കരുത്. ധൈര്യമാണ്.
അതിന് കഴിയുന്നതാണ്. ഒരു 4 ആളെ പഠിച്ചു കഴിഞ്ഞാൽ കരുത്തറിയാം അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഇന്നലെ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് കഴിക്കും വേറെ ഒന്നുമില്ല. അവർക്ക് 2 കഞ്ചാവും എന്തെങ്കിലും തോന്നിയത് ആശുപത്രിയിൽ കയറിയിട്ട് ഡോക്ടർ നല്ല തോന്നി. ഡോക്ടറിന് തല്ലി, നേഴ്സിന് തല്ലി, അവിടെ വയ്യാണ്ട് വന്നിട്ട് ഓക്സിജൻ മാസ്കുള്ള ഒരു വയസ്സായിട്ടുള്ളത് തലമുടിക്കുന്നത്. ഞാൻ തയ്യണ ആൾക്കാരുടെ അവസ്ഥ കഴിയുന്നത് നമ്മൾ തല്ലിയാണെങ്കിൽ നമുക്ക് ഒപ്പമുള്ള ആൾക്കാരോട്ടാണ് കൊടുക്കണം വേണ്ടേ? അല്ലാണ്ട് വല്ല കാര്യമില്ല. നോക്കുമ്പോ ഡോക്ടർ അയാൾക്ക് ആദ്യം കഴിക്കില്ലേ പത്രവാർത്തയിൽ നിന്ന് കഴിച്ചു. അപ്പൊ സിസ്റ്റർ ചോദിച്ചിട്ടാണ് എന്താ ഡോക്ടർ കഴിച്ചു തയ്യന്റെ കുട്ടിയെ ഡോക്ടർ കറന്ന് ചോദിക്കുമ്പോ നീ ചോദിക്കേ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഡോക്ടറോട്. അപ്പൊ അപ്പൊ ഇത് ശ്വാസം വലിച്ചതാ. അവന് തോന്നി അവരുടെ കടയിൽ മനസ്സിലായില്ലേ? മനുഷ്യനവസ്ഥ ഇതിന്റെ കോമഡി കുറിച്ച് പറഞ്ഞാൽ 3 പേര് വളരെ സ്നേഹമാണ് അല്ലേ? എന്താ കാരണം? ഈ ഡ്രഗ്സിന്റെ അതുപോലെ തന്നെയുള്ള ഇതുപോലുള്ള ചില ഈഗോ പ്രോബ്ലംസും. കാരണം ഇതെല്ലാം അടിച്ചു കഴിഞ്ഞാൽ വന്നിരിക്കുമ്പോൾ അവർ കഴിയുന്നത് നമ്മള് 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോ ചില പെൺകുട്ടികളുണ്ട് തോന്നിയതോ അങ്ങനെ തോന്നിണ്ടാവും. ചിലപ്പോ തനിക്കുണ്ടാവും പിടിച്ചു പോകാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഞാൻ രാജാവാണ് അല്ലേ? ചില ആൾക്കാര് ഇന്ത്യൻ കോമ്പഡിയിലാവാം അല്ലേ? പാവം കഴിക്കുമ്പോ പല ഫിറ്റാളില്ല തലപ്പാവും ഒക്കെ വെച്ചിട്ട് ആളുകൾ നിൽക്കുക. അതുപോലെ നമ്മള് നിൽക്കുന്ന സ്ഥലം സാഹചര്യം നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിനെ ആ സാഹചര്യത്തെ ഇല്ലാതാക്കുന്നത് അമിതമായ ഡ്രഗ്സിന്റെ ഉപയോഗം, ലഹരിയുടെ ഉപയോഗം അല്ലേ? പ്രിഫോണന്തരം എന്ന് പറയുന്നത് അല്ലേ? അതിന്റെ പ്രവർത്തനത്തെ ദീപവീതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യാതിരിക്കണം, ഞാൻ എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്ന തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിനെ ആക്രമിക്കും അല്ലേ? അപ്പോ വെജിലെന്ന മനുഷ്യൻ വെജിൽ എന്നത് ഇല്ലാതായി, ആരോ ആയി അല്ലേ? നമ്മളെ കൈകാണിക്കുമ്പോഴേ ഇപ്പൊ ഒരാള് പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് നമുക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കൈകൾ കാണിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കൈ ഇങ്ങനെ പോകുന്ന സമയത്ത് മനസ്സിലായില്ലേ? ഇതല്ല കാരണം. ഇതാണ് പറയുന്നതാണ് മനസ്സിലായില്ലേ? ഇത് പറയുമ്പോ ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ആ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്ത് അല്ലേ എല്ലാവരും കൊണ്ട് ചാമ്പിട്ട് പിന്നെ കുഴപ്പമുണ്ടോ? അതിലെ കുഴപ്പമുണ്ടോ? ആരുടെ കുഴപ്പം ശരിയല്ലേ? അപ്പൊ ഞാൻ പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒട്ടനവധി മേഖലകൾ കടന്നു പോകുമ്പോൾ അടയാളപ്പെടുത്തി ജീവിക്കണം. നമ്മുടെ കഴിവുകളെ കണ്ടെത്തണം. എന്നിട്ട് പറയും ഇപ്പൊ എന്താ ആലോചിച്ചു എന്താ ആലോചിച്ചു പറ. ഈ പണ്ടാറക്കാരൻ എപ്പോഴാണ് ക്ലാസ് നിർത്തുന്നത് അല്ലേ? അല്ലേ അല്ലേ? എന്താ ആലോചിച്ചു? എന്താ ആലോചിച്ചേ? ചൂടെടുക്കും. അതാണ് മനസ്സിലായില്ലേ? ചൂടെടുക്കും. അതാണ് ക്രൈസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള സാധനം. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് അതാണ് മനസ്സിലായ? ചൂടുണ്ടാവും അല്ലെ? ബെഞ്ച് തുടങ്ങാൻ നമ്മുടെ തലവണ, ഇന്റെ തലവണ, ഇന്റെ പതിപ്പ്, ഇന്റെ കട്ടില്, ഇന്റെ വീട്, ഇന്റെ ജനാല, അതൊന്നും ഇല്ലാതെ വെല്ലോന്റെ കട്ടില്, വെല്ലോന്റെ തറ, വെല്ലോന്റെ പായ തുടങ്ങാനുള്ള കരുത്ത് ഉണ്ടാവണം. റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയിട്ടുണ്ട്, മെട്രോ തുടങ്ങിയിട്ടുണ്ട്
അല്ലേ? പുല്ലില് റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണ് തുടങ്ങിയത്? AC മുമ്പിൽ പൈസ താമസിക്കുന്നു. യെസ് സാറേ ഇല്ലേ? ജപ്പാനിൽ പോയി. ഇനിയിപ്പോ ഞങ്ങൾ പോകുന്നു. ഇതെന്താ കാര്യം എന്ന് വെച്ചാല് എല്ലാ ജീവിതവും നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. എല്ലാറ്റിനും നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാനും കഴിയണം. ഇത് കഴിയാതെ നമ്മൾ പോകും. ഇത് പറയാൻ കാരണം യാത്രകൾ ധാരാളം ഉണ്ടാകണം, യാത്രകൾ ഉണ്ടാകണം, അനുഭവം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളാണ് ഏറ്റവും മോശം. മനസ്സിലായോ? കുറെ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഏറ്റവും വലിയ മടിയന്മാര് ഏറ്റവും വലിയ മോശക്കാര് നമ്മളാണ്. നമ്മളാണ് പണികളധികം ചെയ്യാണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നത്. നമ്മൾ കുറെ യാത്രകൾ ചെയ്യണം, അധ്വാനങ്ങൾ കാണണം, കഷ്ടപ്പാടുകൾ കാണണം, വികസനങ്ങൾ കാണണം, ടെക്നോളജി കാണണം. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ ഇനി ഒരുപാട് വളരാനുണ്ട് എന്ന ചിന്തയിലേക്ക് താമസിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? യെസ്, ഉറക്കം വരണമെന്നോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഏറെ സന്തോഷം നിങ്ങൾ ഇതുപോലെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കേൾക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ളവർക്ക് പറയാനുള്ള ധൈര്യത്തിലേക്ക് നിങ്ങൾ വളരണം. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഇത് ഒരു സുപ്രഭാതത്തിൽ നടന്നല്ല. എങ്ങനെയാണ് അവിടെ ആദ്യത്തെ പെറ്റി രൂപ കിട്ടുന്നതല്ലേ കഴിവ്? മൂത്രം ഒഴിച്ചിട്ട് ട്രൗസർ നടന്നിട്ട് നക്കി കഴിവ്. ഞാൻ ആദ്യം പ്രസംഗം പറഞ്ഞ ഒരു അവസ്ഥയിൽ എനിക്ക് ആദ്യം കിട്ടുന്നല്ലോ ഉച്ചക്കേക്കുള്ള വിഷയം. 3ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കും. സത്യനാരായണോത്സവത്തിന് പ്രസംഗ മത്സരത്തിൽ കൊണ്ട് നിമിഷ പ്രസംഗം. അപ്പോൾ വിഷയം കിട്ടിയത് ഉച്ചക്കേക്ക്. അവിടെ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അധ്യാപകരെ, ഇവിടെ സത്യനാരായണോത്സവത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് തന്ന സാമ്പാറില് കഷ്ണങ്ങളൊന്നുമില്ല, പിന്നെ ചോറ് അത് റേഷനിലാണെങ്കിലും കല്ലുണ്ട്. അപ്പൊ സിസ്റ്റം ഉണ്ടാക്കി ഞാൻ പറഞ്ഞതാ. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ചെയ്യുന്നത് കുട്ടികളോട് ചെയ്താൽ നീ കേടാണ്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ കുട്ടിയായതുകൊണ്ട് നിങ്ങൾ ചെറുതായി കാണരുത്. ഞാൻ ഒന്നും പറയില്ല. അവസാനം എന്തോ തലയിൽ സംഭവിച്ചതൊക്കെ പറഞ്ഞത് നോക്കുമ്പോ അപ്പൊ ഇതൊക്കെ നനഞ്ഞോ സത്യത്തിലേക്ക് നോക്കിച്ചാൽ മനസ്സിലായോ? അന്ന് തൊട്ട് ഒരു സുപ്രഭാതത്തിന് വേണ്ടിയല്ല, ഇന്ന് മണിക്കൂറുകളൊന്നും സംസാരിക്കാനുള്ള ധൈര്യം ആവശ്യം കിട്ടിയത് ആ മുഹൂർത്തത്തിൽ നിന്നാണ്. മനസ്സിലായോ? ഇതുപോലെ ഓരോ വളർച്ചയ്ക്കും ഓരോ കാര്യങ്ങൾക്കും ഓരോ കഥകൾ പറയേണ്ടതുണ്ട്. അല്ലേ? നമ്മൾ വളർന്നത്, അല്ലേ? നമ്മൾ നടന്നത്, നമ്മൾ പഠിച്ചത്, നമ്മൾ വളർന്നതൊക്കെ നമുക്കൊരു ചരിത്രമുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നന്മകൾ ചെയ്ത് ജീവിക്കണം, നന്മകൾ ചെയ്ത് ജീവിക്കണം. നന്മകൾ 7 തലമുറയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 7 തലമുറയിൽ, 7 തലമുറയിൽ. എൻ്റെ പിതാവ് അധ്യാപകൻ, എൻ്റെ അമ്മ ടീച്ചർ, അല്ലേ? ഒരു ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ടീച്ചർ ചാടി ഞാൻ ഷോക്കടിച്ചത് എന്നെ കണ്ടിട്ട് എനിക്കുണ്ട്. പക്ഷെ ഒരു വാചകം കൂട്ടിച്ചത്, ആ വാചകം ഇതാണ്, ഞാൻ കുട്ടിയായിരുന്നു. എൻ്റെ മാഷ് മോനല്ലേ, കാരണം എൻ്റെ അപ്പം പഠിപ്പിച്ച കുട്ടിയായിരുന്നു. അതിന് ജോലി കിട്ടാൻ കാരണം എൻ്റെ അപ്പനായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ കസാര ഇട്ടിരിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന നന്മയുടെ ഗുണം കിട്ടുന്നത് നിങ്ങളുടെ തലമുറകൾക്കാണ്. 7 തലമുറകൾക്ക് അതിന്റെ ഗുണം ലഭിക്കും. അതാണ് നന്മയുടെ പ്രത്യേകത. അപ്പോൾ നന്മയെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കണം, ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കണം. അച്ഛനമ്മയ്ക്ക് ഞാൻ പുതിയ ആൾക്കാരെ പറഞ്ഞു. എൻ്റെ 2 പെൺകുട്ടികളാണ്. എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ അവരൊരു മുതൽ അച്ഛനമ്മയ്ക്കുള്ളൊരു സമ്മതവും ഇഷ്ടമൊക്കെ അതാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ കിട്ടും. ഒരു ദിവസം കേൾക്കാൻ വൈകിട്ട് ഈ കൂടുതൽ കൂടുമ്പോൾ കേൾക്കാൻ വൈകും. അപ്പം അങ്ങനെ വൈകിയപ്പോൾ ബൈക്കിന് കൊണ്ടുണ്ടാക്കി. ബൈക്കിന് കൊണ്ട് നിർത്തിയപ്പോൾ ചെറിയ ആള് ഒരു 3 തവണ പോയി. രണ്ടാമത് കുറച്ച് മുതിർന്ന ആളാണ്. ആള് കൂടുതലാണെന്ന് 7 വർഷം കൊണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടാണ് അവളും കൊണ്ടുവന്ന് പോയി. പിന്നെ ഞാൻ കണ്ണു
വന്നപ്പോൾ 7 സീറ്റുകളാണ് യൂണിയൻ ബസ് സ്റ്റോപ്പിൽ. അത് നോക്കി പഠിക്കാതെ ഈ യൂണിയൻകാരെ വിളിച്ചു പോകുന്നതുകൊണ്ട് വല്ല കാര്യമില്ല. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് നിർദ്ദേശിച്ചു ഈ ബസ് സ്റ്റോപ്പിൽ മോശം വീട്ടിലായിക്കോട്ടെ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ആൾക്കാർ വിചാരിച്ചത് ഉടനെ ശരിയല്ലേ ശരിയല്ലേ? അത് ടീച്ചർ വീട്ടിലാണ്. ഒരു സ്റ്റാൻഡ് സമയത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് ആകെ തരക്കണം. മൊബൈലിന്റെ ആകെ തരത്തല്ലേ അതിന് കുറെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ കേൾക്കാറില്ലേ കടി ഇത് കഴിയട്ടെ. പാഴ്ശ്വ ജീവികൾ പറഞ്ഞു ശരിയല്ലേ? ക്ലാസ്സിൽ നടന്നില്ല കുട്ടികളെ കേട്ടല്ലേ? അപ്പൊ എനിക്ക് അതാണ് ചില സ്ഥലത്ത് നമുക്ക് വിടുമ്പോ നമുക്ക് മനസ്സിലായി ക്ലാസ്സിൽ അത് ഇവിടെ കൊള്ളില്ല. മൊബൈൽ ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പോ അവിടെ ചാനൽ എന്നിട്ടിങ്ങനെ പറയുന്നു. എന്റെ മനസ്സിലായിരിക്കും മനസ്സിലായ? അപ്പൊ ഞാൻ എന്റെ കണ്ടുകൂടെ പോകണില്ല. അപ്പൊ ഞാന് ആദ്യം മനസ്സിലാ മനസ്സിലോടെ കൂട്ടിട്ട് തരുന്ന പോലെ കേൾക്കണ്ടാക്കാൻ ഇന്നത്തെ സാധനം മാത്രം കേൾക്കുന്നു. ഞാൻ നോക്കിട്ട് ഒരു ചിരി എവിടെയും വരുന്നത് അറിയോണ്ട് അപ്പൊ ഞാൻ മുട്ടി തേക്കുന്ന പോലെ ഇങ്ങനത്തെ സാധനം അത് 2 മണിക്കൂറായി ഇവിടെ ബാക്കിയുള്ള പണിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സന്തോഷം നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ പല വീടുകളിൽ ഇതുപോലെയുള്ള അല്ലേ? നമ്മള് ബോധി എവിടെ ക്ലാസ് നമ്മൾ കൂടിയപ്പോ അന്ന് പങ്കുവെച്ച ഒരു ഷെയറിനുള്ള പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു അല്ലേ? അച്ഛനും അമ്മയ്ക്കും നമ്മളൊരു സ്നേഹമുണ്ട്, ഉടമ്പറങ്ങൾക്ക് സ്നേഹമുണ്ട്, എങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നതായിരുന്നു. ശരിയല്ലേ? സ്നേഹമുണ്ട് നമ്മൾ വളർത്തി വലുതാക്കാൻ, നമുക്കുള്ളതെല്ലാം നൽകാൻ ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മളെ കേൾക്കാൻ, നമ്മളെ ഇഷ്ടപ്പെടാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ പോകുന്ന വർത്തമാനത്തിലെ രക്ഷിതാക്കളുടെ കൂടെയാണ് നിങ്ങളും ഞാനും ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് വേറിട്ട രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയാണ്. ഇനി നീ ജീവിതത്തിൽ വന്നില്ല. നീ എന്ന് ഓർക്കും. കഴിഞ്ഞ ദിവസം ഓർക്കുമ്പോ ഈ സംഭവം ഉണ്ടായി നന്നായിട്ട് പങ്കുവയ്ക്കുന്നു. കാരണം ഓർമ്മ സമയത്ത് സ്വപ്നത്തിൽ എന്നെ പിന്നിൽ നിന്ന് ആൾ കൊടുത്താൽ ഞാൻ സ്വപ്നത്തിലാണ് കഴിഞ്ഞ കാലത്തെ സമയത്താണ് സ്വപ്നത്തിലാണ് കണ്ടത്. അപ്പോ കത്തിയോണ്ട് കുത്താൻ വന്ന വർഷം ഞാൻ കയ്യിൽ ഒറ്റ കുറച്ചലാണ് ആ കുറഞ്ഞത് എന്റെ ഭാര്യ. അയ്യോ എന്ത് പഠിച്ചു പറഞ്ഞത് എന്നിട്ട് ഞാൻ പിന്നെ സോറി ഞാൻ പണി വേദന മനഃപൂർവ്വം ഞാൻ മനസ്സിലാകുന്ന കാരണം നമ്മുടെ മനസ്സ് കലുഷിതമാണ് അല്ലേ? അപ്പോ ഞാൻ പറയാൻ കാരണം നമുക്ക് സമൂഹത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ ആശുപത്രിയിൽ ആക്രമണം എന്ന് പറയുന്ന കാരണമാണ് ഒരു വായിച്ചാണ് വായിക്കുന്നത്. ഇന്നലെ പിടിഞ്ഞാൽ രാത്രിയുള്ള സംഭവം ഒറ്റ കാലത്ത് വായിക്കുന്നത് ചെയ്യും. കാരണം നമ്മൾ കത്തിനെ തട്ടിയത് മനസ്സിലായ
അടുത്ത വായിച്ചതൊക്കെ ലൻസ് ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ ഇങ്ങനെ കട്ട് തെറ്റ് കൂടിയിട്ട് ആദ്യം കിട്ടി അല്ലേ ഞാൻ എൻ്റെ കാര്യം തുറന്നു പറഞ്ഞു ഞങ്ങൾ ചവിട്ടി പോയി ചവിട്ടിക്കൊണ്ടുണ്ടായിട്ടുള്ളൂ ആരും മുന്നിലാന്ന് മാത്രം മനസ്സിലായില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നു അപ്പോൾ എന്തായാലും ഏറെ സന്തോഷം മതിയില്ലേ ഇത്രയൊക്കെ പോരെ ബോറടിച്ച് മാറിയില്ലേ ഇനി പോരെ ബോറടിച്ച് കൊല്ലുന്ന നയം ചത്തില്ലേ യെസ് അപ്പോൾ ഞാനിതൊക്കെ പറയണത് നമ്മളൊന്ന് റിലാക്സ്ഡ് ആണ് എല്ലാവരും ആകെ അങ്ങനെ കരുപിടിച്ചില്ലാണ്ട് അല്ലേ പുറത്തൊരു ദേശത്ത് അല്ലേ ലാഫിക്കൊണ്ടോ അവിടെ പോയി ചെയ്യണമെങ്കിൽ കാശാക്കി കൊടുക്കണം അല്ലേ ഇവിടെ പോയി ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ സന്തോഷം ഉണ്ടായില്ലേ ചിരിച്ചപ്പോൾ സുഖം കിട്ടിയില്ലേ അല്ലേ അവിടെ അങ്ങനെ സമാധാനം കിട്ടുന്നുണ്ടാ അല്ലേ അപ്പോ ഏറെ സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞത് എന്തായാലും ഐശ്വര്യോ ഭയോ ഐശ്വര്യ പിന്നെ ഇഷ്ടമുള്ള ഒരാൾ വേറെ ഒരാൾ നിങ്ങൾ ആരെങ്കിലും ആളുകൾ പോലെ ഇഷ്ടമുള്ള പോലെ ഒരാൾ കൂടി അഡീഷ് യെസ് ഞാൻ പറഞ്ഞ പോലെ എന്നെ കാണില്ല എന്നെ നോക്കി മോളുടെ ഇയർ ഓഫ് ബർത്ത് കഴിച്ചു പഠിച്ചോ പ്ലസ് പഠിച്ചോ ടീച്ചറുടെ ഇയർ ഓഫ് ബർത്ത് പഠിച്ചോ പഠിച്ചോ പ്ലസ് വൺ പഠിച്ചോ അതിന് മൂലം അറിയില്ല നേരെ നോക്ക് മോളുടെ വയസ്സ് മകണി അയച്ചോ വയസ്സടിച്ചോ ഒരു കാര്യം ഒരു മൈനസ് അടിച്ച മൈനസ് ആ ഇയർ മൈനസ് മനസ്സിലാ ഈ പ്ലസ് വയസ്സ് നോക്കണം പ്ലസ് വയസ്സ് അടിച്ചാ യെസ് ഇനി സമാളിച്ച് അടിച്ചോ പറയട്ടെ ശരിയാണെങ്കിൽ കഴിയുന്നുണ്ടോ ടു ആദ്യ ക്വസ്റ്റ്യൻ ആണോ ടു സമ്മതിച്ചില്ല ഈക്വൽ ഒരു കാര്യം പറഞ്ഞ കേട്ടി അല്ലേ എന്താണ് വേറെ നീണോ ആവശ്യമോ അടിച്ചോ യെസ് പ്ലസ് ആണ് ഇനി നിന്റെ ഇയർ ഓഫ് ബർത്ത് വയസ്സാണ് പ്ലസ് വയസ്സ് മോളുടെ വയസ്സ് യെസ് ഈക്വൽ ടു സമം അടിച്ചോ ആൻസർ യെസ് രണ്ടാണോ മറ്റത് അഞ്ചിന് മുകളിലുള്ള സംഖ്യയാണോ അഞ്ചിന് മുകളിൽ എട്ട് താഴെയാണോ അപ്പൊ ആറാണോ ഓക്കെ യെസ് ഒന്ന് കൈയടിക്കേ ഇനി വലിയ സംഖ്യയാണോ ഒന്നാണോ
ഇനി ആ നമ്പറിന് പ്രത്യേകത കൂടി ആ നമ്പറിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഐഷു എന്ന് പറയാമോ? ആ നമ്പർ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നമ്പറാണോ? ഒന്ന് വേണം പറഞ്ഞു നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ആണോ? എനിക്ക് തോന്നിയതാണ്. ചിലപ്പോ നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നമ്പറാണോ? അപ്പോ വേറെ സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. അപ്പോ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. പാട്ട് പാടുന്നുണ്ടോ? ആ തമിഴ്
പണിയോ ചേട്ടപ്പണി